ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC TYക്ക് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 21 നമ്മളിന്ന് ചെയ്യുന്നത്. സോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 135/2024 ഒരു LDC ബൈ ട്രാൻസ്ഫർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പിസോഡ് 20 ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏവ? പ്രസ്താവനകൾ നോക്കാം. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ബാങ്കുകളുടെ ലയനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ആകാത്ത വസ്തുത ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, GDPയുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏത്? ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, വ്യാപാര ഉദാരവൽക്കരണം, മൂല്യന്യൂനീകരണം, വ്യവസായ പരിഷ്കരണം, പൊതുചെലവ്, പണനയം. തന്നിരിക്കുന്നത് ശരിയായ ജോഡി 1ഉം 2ഉമാണ്. ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം, ഇറക്കുമതി ചുങ്കം, വ്യാപാര ഉദാരവൽക്കരണം. മൂല്യന്യൂനീകരണം എന്ന് പറയുന്നത് വിദേശ കറൻസികളുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു നടപടിയാണ് മൂല്യന്യൂനീകരണം. പൊതുചെലവ് വരുന്നത് ഫിസ്ക്കൽ പോളിസിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ നോക്കാം നമുക്ക്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 ആയിരുന്നു. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആയിരുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? പ്രസ്താവന നോക്കാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ക്വസ്റ്റ്യൻ ട്ടോ. ആൻസർ ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസ്താവനയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഭാഗം 20 ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 368 വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല. ABD എന്നീ പ്രസ്താവനകളാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഇത് പറഞ്ഞത് റൂസോ ആണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറയുന്നത് മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ: കേരളത്തിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26 ശരിയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 ശരിയാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. ശരിയാണ്.
കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൽ നിന്നും അടൂർ പ്രകാശാണ്. ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തത് 2 നീതി ആയോഗ്, 3 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി. ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. ചങ്ങാതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് സിരി ജഗൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര രൂപയാണ്? ഓപ്ഷൻ ഡി. 346 രൂപ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. അനുച്ഛേദം 243H. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? സ്നേഹ സാന്ത്വനം എന്ന പദ്ധതിയാണ്. ഓപ്ഷൻ ഡി. അയ്യൻകാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. എ, സി എന്നിവയാണ് ശരി. 1893 വില്ലുവണ്ടി യാത്ര നടത്തി 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചത് 1904 തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായത് 1912 നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ആൽഡോസ്റ്റിറോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഈസിനോഫിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായ കാർസാപ്പ് കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ. 2018 ഒക്ടോബർ 25 കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. സെറിബ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. 1992. ഇന്നത്തെ എപ്പിസോഡിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നെക്സ്റ്റ് എപ്പിസോഡിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്